നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് വളരെ കാര്യമാത്ര പ്രസക്തമായ ചില ചോദ്യങ്ങൾ റേ ചോദിച്ചിരുന്നു. അതിന് മറുപടി നൽകേണ്ടത് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും തന്നെയാണ്. ഇനിയിപ്പോൾ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ കൂടെ ബാക്കി നിൽക്കെ. എന്താണ് റേയുടെ പ്രതീക്ഷ? പ്രതീക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചത്. കാരണം എനിക്ക് പ്രതീക്ഷിക്കാൻ മാത്രം ഒരു ഹോപ്പും ഇല്ല. അവർ ഇനി എന്തെങ്കിലും തരുകയാണെങ്കിൽ തന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ എത്രമാത്രം സ്കൂളുകളുണ്ട്, ദൂരെ എവിടെയും കിട്ടിയതിനെ കൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ പഞ്ചായത്തിലുള്ള സ്കൂളിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലോ തന്നെ എനിക്ക് സീറ്റ് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൂരെ പോയി പഠിക്കാമെന്ന് വെച്ചാൽ എത്ര ദൂരം വരെ ഞാൻ പോകേണ്ടി വരും, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ എൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ എന്നേന്നല്ല എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളുണ്ടാവും. എന്നാലും അവർക്ക് പോയും വരാൻ സുഖം ഉണ്ടാവുന്നത്, അവർക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സുകൾ തന്നെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ അത്യന്തം ആഗ്രഹിക്കുന്നു. അതായത് ഈ ഒരുപാട് സീറ്റുകൾ കൂട്ടിക്കൊണ്ട് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് ഒരുപക്ഷെ താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ പോകുമ്പോൾ പോലും അത് വിദ്യാർത്ഥികൾക്ക് വളരെ അസൗകര്യം സൃഷ്ടിക്കുന്ന ഒന്നുകൂടിയാണല്ലേ? അതെ, ഈ താൽക്കാലിക സീറ്റുകൾ എത്രയാന്ന് വെച്ചിട്ടാണ് ഗവൺമെൻറ് ഉണ്ടാക്കുക? 2000 പേർക്ക് 3000 പേർക്ക് എന്നൊക്കെ പറഞ്ഞ് എത്ര ഉണ്ടാക്കും അവർ? അത് ഒന്നിനൊരു പരിഹാരമല്ലല്ലോ. അത് എത്ര കാലം പരിഹാരമാവും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും റയ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും റയ, അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും അടുത്ത അലോട്ട്മെന്റ് കൂടെ വരാനുണ്ട് എന്നുള്ളത് കൂടി. അമീൻ മുബാറക്കിലേക്കാണ്. അമീൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുണ്ടാകും. എന്തായാലും അമീനിന് ഇനിയും അലോട്ട്മെന്റുകളുണ്ട്, അതിൽ പ്രതീക്ഷ വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദൂരെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ പോകാൻ എത്രത്തോളം കഴിയും വീട്ടിൽ നിന്നും? ദൂരെ കിട്ടുകയാണെങ്കിൽ പോകണം, പറ്റുന്നിടത്ത് പോകണം. പക്ഷെ അടുത്തൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ സങ്കടമാണ്. ഫുൾ A+ മേടിക്കുമ്പോൾ നല്ല പ്രതീക്ഷയായിരുന്നു, ഇനിയിപ്പോൾ കിട്ടുമല്ലോ, സ്കൂൾ കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ 3rd അലോട്ട്മെൻറ്റ് വന്നതോടൊക്കെ പ്രതീക്ഷ എല്ലാം പോയി. ഭയങ്കര സങ്കടത്തിലാണ്. കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്.